നമസ്കാരം കൂട്ടുകാരെ, തംബ്നെയിലിൽ മെൻഷൻ ചെയ്ത പോലെ KFC രുചിയോട് കൂടിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 4 ഉരുളക്കിഴങ്ങ് നമുക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ തോല് വൃത്തിയായിട്ട് റിമൂവ് ചെയ്യുക. ഇതുപോലെ എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെയും തോല് വൃത്തിയായി കഴുകാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എയർ ഫ്രയറിലൂടെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ നമുക്ക് ആരോഗ്യത്തിന് യാതൊരു കേടുമുണ്ടായിരിക്കുന്നതല്ല. ഒരു 4 മണി പലഹാരം എന്ന രീതിയിൽ കുട്ടികൾക്ക് നമുക്ക് സുഖമായി കൊടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നല്ലവണ്ണം അത് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. ഈ ഉരുളക്കിഴങ്ങിലുണ്ടാകുന്ന ചെറിയ പശ പോലെയുള്ളൊരു ഗമ്മ് പോലെയുള്ളൊരു സംഭവം അത് നമ്മൾ നന്നായി വൃത്തിയാക്കി കഴുകിയാൽ മാത്രമേ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, കട്ടിങ്. അത് നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് KFCയിലത്തെ ആ ഒരു ലുക്ക് ആൻഡ് ഫീലും നമുക്ക് കിട്ടുകയുള്ളൂ. കട്ടിംഗ് എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും നന്നായി കഴുകുക. ആ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പശപ്പ് വീണ്ടും കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1-2 പ്രാവശ്യം നന്നായി കഴുകുക. നല്ല കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ പാത്രത്തിൽ വെച്ച് എല്ലാ ഫ്രഞ്ച് ഫ്രൈസും അതിലേക്ക് ഒരു 5 മിനിറ്റ് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇടുക. അതോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും അതിലേക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും നമുക്ക് ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നത് നമുക്ക് കുറച്ചും കൂടി അത് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്ത് എടുക്കണം. എല്ലാം മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലെ ടേസ്റ്റ് എല്ലാ ഫ്രഞ്ച് ഫ്രൈസിലേക്കും മിക്സായി വരികയുള്ളൂ. അതിനുശേഷം നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറ്റാവുന്നതാണ്. അത് 200 ടെമ്പറേച്ചറിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. മൊത്തം 15 മിനിറ്റോളം നമുക്ക് വെക്കേണ്ടതാണ്. അപ്പോൾ ഓരോ 5 മിനിറ്റ് കഴിയും തോറും നമുക്ക് അത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഭാഗവും ഒരേപോലെ വേവുന്നതായിരിക്കും. ഇതുപോലെ ഓരോ 5 മിനിറ്റ് കഴിഞ്ഞാലും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നാവും. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ സ്വാദിഷ്ടമായ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങൾക്ക്
കഴിക്കാവുന്നതാണ്. താങ്ക് യു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.